ഇത് നമ്മുടെ വെള്ള വള്ളി റോസാണ്. വള്ളി റോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊമ്പ് നീണ്ടിങ്ങനെ വന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം കണ്ടിട്ടാണ് കേട്ടോ പൂക്കളുണ്ടാവുക. ബൊക്കെ പോലെ പൂക്കളുണ്ടാവും. ഒരു കൊലയിൽ ഒരു 50 അല്ലെങ്കിൽ 50 കൂടുതൽ പൂക്കളുണ്ടാവും. അപ്പോൾ ഇതൊരു കൊല പൂവാണ്. ഇത് കണ്ടോ, നിറച്ച് എല്ലാം ഇതുപോലെ ഒരുമിച്ച് നിൽക്കും. അപ്പോൾ അതുപോലെ തന്നെ ആ കൊമ്പിൽ തന്നെ വേറെ ശിഖരങ്ങളിലും ചെറിയ ചെറിയ കൊലകൾ പോലെ ഇതുപോലെ പൂക്കളുണ്ടാവും. കണ്ടോ, നിറച്ചിതുപോലെ പൂക്കളുണ്ടാവും. പിന്നെ നമ്മൾ സാധാരണ റോസുകൾ വെട്ടി നിർത്തുന്നത് പോലെ കട ചേർത്ത് വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ വള്ളികൾ പോലെ നീണ്ടു വന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗത്തെ പൂക്കളുണ്ടാവും. അപ്പോൾ പൂക്കളുണ്ടായി കഴിഞ്ഞ ഭാഗം മാത്രം നമ്മളിതുപോലെ കണ്ടോ, ഇത് പൂക്കളുണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ വരും. അതിൻ്റെ തുമ്പത്ത് കണ്ട് വീണ്ടും പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ കട ചേര കഴിഞ്ഞാൽ പൂക്കളുണ്ടാവാനായിട്ട് ഒത്തിരി താമസം വരും. ഇതിങ്ങനെ നീണ്ടു വരാനായിട്ട് ഒത്തിരി താമസം വരും. മറ്റേ റോസ് പോലെ വളരെ ചെറുപ്പത്തിൽ ഇതിൽ പൂക്കളുണ്ടാവില്ല. വളരെ പൊക്കം കുറഞ്ഞ് ഇതിൽ പൂക്കളുണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ നീണ്ടു വന്നിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. വളർത്തിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് എപ്പോഴും താഴെ നടുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ ക്യാനിലാണ് നട്ടേക്കുന്നത്. പക്ഷേ അതിൻ്റെ വേരുകളെല്ലാം ആ ക്യാനിൻ്റെ അടിയിൽ കൂടെ ഹോളിൽ കൂടെ പുറത്തേക്ക് വന്നിട്ടാണ് ഇത്രയും വലുതായേക്കണത് കേട്ടോ. താഴെ നടുകയായിരിക്കും എപ്പോഴും ഇതുപോലെ നമുക്ക് നിൽക്കാൻ, എപ്പോഴും പൂക്കളുണ്ടായി ഇതുപോലെ ആരോഗ്യത്തോടെ നിൽക്കാൻ നല്ലത് താഴെ നടുന്നതാണ്. ഇതിൻ്റെ കമ്പുകൾക്കൊക്കെ നല്ല ബലമുള്ള കമ്പുകളാണ് കേട്ടോ. അതുതന്നെ പിന്നെ ഇങ്ങനെ തൂങ്ങി വരുമ്പോൾ പൂക്കളുടെ വെയിറ്റ് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ തൂങ്ങി വരുന്നത്. നമ്മളൊരു ബലമുള്ള കമ്പുകൾ എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളൊക്കെ നല്ല രീതിയിൽ പൊങ്ങി നിൽക്കും. പിന്നെ നമ്മൾ ചാണകപ്പൊടിയോ അങ്ങനെയുള്ള ജൈവവളങ്ങൾ മാത്രം ഇതിന് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ല വെയിലും വേണം, നല്ല നനയും വേണം.